ഹായ് ഹലോ. നമ്മൾ കുറച്ച് കാലമായി വീഡിയോസൊക്കെ ചെയ്തിട്ട് ജസ്റ്റ് നമ്മളെ വ്യൂസൊക്കെ ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്താണെങ്കിലും അതൊന്ന് നമുക്ക് സെറ്റാക്കണം. ഇപ്പോൾ കുറേ ആൾക്കാർ പറഞ്ഞ പോലെ ക്രെഡ് ഓപ്പറേഷൻ്റെ ആ പ്രൊജക്റ്റ് കംപ്ലീറ്റ് ആയിട്ടില്ല, ഡിലീറ്റും കൂടി ചെയ്യാണ്ടായിരുന്നു. പക്ഷേ എനിക്കാണെന്ന് വെച്ചാൽ അതിന് ടൈം ഇട്ടിട്ടില്ല. ബാക്കി നമുക്ക് ചെയ്യാം, ബാക്കി വീഡിയോസുകൾ നമുക്ക് ചെയ്യാം. അതേപോലെ തന്നെ ഇ കൊമേഴ്സിൻ്റെയും ബാക്കി ചെയ്യാണ്ട്. അപ്പോൾ എന്താണെങ്കിൽ വ്യൂസ് കയറുന്നവരെ ഞാൻ കുറച്ച് വീഡിയോസുകൾ ഇവിടെ ചെയ്യാം. അപ്പോൾ സാധാരണ നമുക്ക് വേണ്ട കാര്യങ്ങളെന്ന് വെച്ചാൽ ഒരു പോർട്ട്ഫോളിയോ എങ്ങനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം, അത് ഹോസ്റ്റ് ചെയ്യാം. അതൊരു 3 രീതിയിൽ എങ്ങനെ ഹോസ്റ്റ് ചെയ്യാം. അത് നമ്മൾ ഗിറ്റബിൽ ഹോസ്റ്റ് ചെയ്യുന്നത്, അത് കഴിഞ്ഞിട്ട് ഇൻഫിനിറ്റി ഫ്രീ, അത് കഴിഞ്ഞാൽ 00 വെബ് ഹോസ്റ്റ്. ഈ 3 ഹോസ്റ്റ് ചെയ്യുന്ന കാര്യം ഞാൻ ചെയ്യാം. അപ്പോൾ ആദ്യം നമുക്ക് അതിന് വേണ്ടി ഒരു പോർട്ട്ഫോളിയോ വേണം, നമുക്കത് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, പേഴ്സണൽ വെബ്സൈറ്റ് ടെംപ്ലേറ്റ് എന്ന് അടിച്ച് കഴിഞ്ഞാൽ ഗൂഗിളിൽ കിട്ടും. ഓക്കെ, ഫ്രീ ഡൗൺലോഡ് എന്ന് കൊടുത്താൽ മതിയേ. ബൂട്ട്സ്ട്രാപ്പ് ആണെങ്കിൽ ബൂട്ട്സ്ട്രാപ്പ് കൊടുക്കാം, എനിക്ക് ഇഷ്ടമുള്ള തിരഞ്ഞെടുക്കാം. ഇതിൽ നോക്കാം, പേഴ്സണൽ ടെംപ്ലേറ്റ്. നല്ലൊന്ന് നോക്കിയെടുത്തോണ്ടി. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ലൈവ് വ്യൂ നോക്കിക്കഴിഞ്ഞാൽ കിട്ടും. ഇതൊരു വലിയ മേനല്ല, അപ്പോൾ നമുക്ക് അടുത്തെടുക്കാം. ഇതിലെവിടെ വലിയ കുഴപ്പമില്ല, ഇതൊന്നും എടുക്കാം നമുക്ക്. നിങ്ങളിത് എഡിറ്റ് ചെയ്യാന്ന് അറിയുന്ന ആൾക്കാരാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ജസ്റ്റ് ഇവിടെ കൊടുക്കാം, ക്ലിക്ക് ചെയ്യാം, ഡൗൺലോഡ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ അത് ഫയൽ കയറിയിട്ടുണ്ടാവും. ജസ്റ്റ് ഇതൊന്ന് എക്സ്ട്രാക്ട് ചെയ്താൽ മതി. എക്സ്ട്രാക്റ്റ് ആണ്. ഓക്കെ, ഇതൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ എനിക്കറിയാം കുറേ ഫയൽസുകൾ കാണാം. ഓക്കെ, ഇൻഡെക്സ് ഫയൽ കാണാണ്ട് ഒന്ന് റൺ ചെയ്ത് നോക്കാം. വർക്ക് ചെയ്യുന്നില്ലല്ലോ, നോക്കാം നമുക്ക്. വന്ന് ഇൻഡെക്സ് ഫയൽ വന്ന്. ഓക്കെ, നമ്മൾ വി എസ് കോഡോ എന്തെങ്കിലും എഡിറ്റ് ചെയ്യുന്നത് ഉപയോഗിക്കുക. വി എസ് കോഡ് ഓപ്പൺ ചെയ്തു. ഇതിൽ ഓൾറെഡി ഇന്ത്യയിൽ കുറച്ച് ലോഡായി കിടക്കുന്നുണ്ട്, ഞാൻ ഇതങ്ങ് എടുത്തിടാം. ഓക്കെ, എഡിറ്റിങ്ങിൻ്റെ കാര്യം ഇപ്പം നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു, എന്നാലും നമ്മൾ ചെയ്തുതരാം. ജസ്റ്റ് ഒരു HTML കുറിച്ച് ധാരണ മതി. ഓക്കെ, ഇതാക്കണ് ടൈറ്റിൽ കാണാണ്ട് ഇവിടെ എന്താ വെച്ചാൽ പേര് കൊടുക്കുക. ഞാൻ അശ്വിൻ കൊടുത്തു. പിന്നെ നോക്കാനുള്ള കാര്യം, ഇമേജ് ലോഗോ വരുന്നുണ്ട്. പ്രൊജക്റ്റ് ഡീറ്റെയിൽസ്. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാം. ഈ ഒരു എബൌട്ട് സെഷനാണ് ഇവിടെ കാണുന്നത്. ഈ എബൌട്ട് സെഷനിൽ നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ കൊടുക്കുക. പിന്നെ വേണ്ടത് എഫക്റ്റ് വെബ്സൈറ്റ് ഡിസ്കവർ. ഓക്കെ, ആ ഒരു കാര്യം എവിടെയാണ് നിങ്ങൾ ഇവിടെ നിന്ന് കയറി നോക്കാം. ഈ ഒരു ഇതാണ് അവിടെ കാണുന്നത്. അപ്പം നിങ്ങൾ വേണമെങ്കിൽ അവിടെ എഡിറ്റ് ചെയ്യാം. ഓക്കെ, നമ്മൾ ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടി കാണിച്ചു തരാം. കണ്ടോ, അപ്പോൾ ആ ഒരു കാര്യമാണ് അവിടെ. ഒന്ന് നിങ്ങൾക്ക് വേണ്ടത് എഴുതാം. തൽക്കാലത്തിന് ഞാനൊന്നും കൊടുക്കണില്ല. പിന്നെ ഓക്കെ, പേര് നമുക്ക് കൊടുക്കാം. ഓക്കെ, അശ്വിൻ കൊടുത്തു. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഫ്രീലാൻസ് വെബ് ഡെവലപ്പർ എന്താ വെച്ചാൽ നമ്മളെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുക്കാം. സർവീസുകളുടെ ഡീറ്റെയിൽസ് വരുന്നുണ്ട്. അപ്പോൾ എല്ലാതിക്കും പോവുക. ഏറ്റവും ലാസ്റ്റ് നിങ്ങൾക്ക് കാണാം ഇവിടെ ഈ ഒരു സൈറ്റിൻ്റെ ഇതുണ്ട് ഉണ്ടാവും, കോപ്പിറൈറ്റ് ഉണ്ടാവും. അടുത്ത് റിമൂവ് ചെയ്യുക. അശ്വിൻ കൊടുത്തു.
നമുക്ക് ഈ ഒരു ലിങ്ക് വേണ്ട, അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അയക്കാവും പോവുക. എവിടെ നോക്കി കഴിഞ്ഞാൽ അറിയാം. ഇവിടെ ഞെക്കി കഴിഞ്ഞാൽ ആ ഒരു സൈറ്റിലേക്ക് ആവും പോവുക. അപ്പോൾ അത് നമുക്ക് വേണ്ട. പിന്നെ കോപ്പറേറ്റ് യുവർ നെയിം. ഓക്കെ കോപ്പറേറ്റ് കൊടുത്തു. ദെൻ ഇമെയിൽ അഡ്രസ്സ്. ഓക്കെ ഇവിടെ നിന്ന് കൊടുക്കേണ്ട കാര്യങ്ങളില്ല. പിന്നെ ഇവിടെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഒക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇവിടെ നോക്കിയാൽ കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്കുകൾ ഉണ്ടാവും. ഇതിപ്പോൾ ഞെക്കി കഴിഞ്ഞാൽ അങ്ങോട്ട് മുകളിൽ യുവർ ലിങ്ക് എന്നാണ് വന്നിട്ട്. ഇവിടെ നോക്കി കഴിഞ്ഞാൽ യുവർ ലിങ്ക് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ടാവും. ഇവിടെ നമ്മളിപ്പോൾ കണ്ടേന്നല്ലോ എടുക്കുന്നത് യുവർ ലിങ്ക്. ഓക്കെ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഇവിടെ കൊണ്ട് കൊടുക്കുക. സ്റ്റാക്ക് ട്വിറ്റർ. ഓക്കെ ട്വിറ്ററിൻ്റെ ആണ്. ഫേസ്ബുക്കിൻ്റെ അടക്കുന്നുണ്ട്, ഇൻസ്റ്റാഗ്രാമിൻ്റെ അടക്കുന്നുണ്ട്. അവിടെ നിങ്ങളെ ലിങ്ക് കൊടുക്കുക. പിന്നെ നിങ്ങൾക്ക് ഇങ്ങനെ കിട്ടിയിട്ടില്ലെങ്കിൽ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ഇൻസ്പെക്റ്റ് കൊടുക്കുക. എനിക്ക് ആ വേണ്ട ഒരു സ്ഥലം ഉണ്ടാവുമല്ലോ. എനിക്കിപ്പോൾ ഈ ഒരു സാധനം എവിടെ കിടക്കണേന്ന് അറിയില്ല. അപ്പോൾ ഇവിടെയാണ് കിടക്കണേ. ജസ്റ്റ് ഇവിടെ തന്നെ വേണമെങ്കിൽ നമുക്ക് മാറ്റാം. കണ്ടോ ഇവിടെ തന്നെ അതിൻ്റെ മാറ്റി എഴുതി വെക്കാം. പക്ഷെ അവിടെ സേവ് ആവില്ല. അത് നിങ്ങൾ VS കോഡിൽ വന്നിട്ട് എഡിറ്റ് ചെയ്താൽ സേവ് ആവുള്ളൂ. ഓക്കെ അപ്പോൾ നമ്മൾ ഇത്രയും ചെയ്തു. ഓക്കെ ഈ ഒരു ഇമേജൊക്കെ നിങ്ങൾക്ക് മാറ്റാം കേട്ടോ. ഇമേജ് എവിടെ നിന്നാണ് വരുന്നതെന്ന് നോക്കണമെങ്കിൽ ഇൻസ്പെക്ട് ചെയ്താൽ മതി. ലാസ്റ്റ് ഇങ്ങനെ കൊടുക്കുക. ഇൻസ്പെക്റ്റ്. ഓക്കെ ഓക്കെ മിക്കവാറും CSS എന്നാവും വരാൻ സാധ്യത. കിടക്കണ ഇമേജ്. ഓക്കെ എവിടെ കിടക്കുക? ഡോട്ട് ഹെഡറിൽ കിടക്കുന്നുണ്ട്. CSSൽ പോയി വെക്കുക. ഡോട്ട് ഹെഡറിൽ പോയി വെക്കുക. CSS സ്റ്റൈൽ ഡോട്ട് ഹെഡർ. Ctrl F അമർത്തി കഴിഞ്ഞാൽ ഇവിടെ സെർച്ചിൻ്റെ ഓപ്ഷൻ വരും. ഡോട്ട് ഹെഡർ കൊടുക്കുക. അതവിടെ ഇവിടെയാണ് അതിൻ്റെ ഇമേജ് വരുന്നത്. ഈ ഇമേജ് മാറ്റി കൊടുത്താൽ മതി. ഓക്കെ പിന്നെന്താ? ഓക്കെ ഇത്ര നമ്മൾ ചെയ്തു. ഇതൊക്കെ കാര്യങ്ങളൊക്കെ മാറ്റി കൊടുത്ത് നമ്മൾ ഈ ഒരു ലോഗോ ആണെങ്കിൽ നിങ്ങൾക്ക് മാറ്റാം. ജസ്റ്റ് ഒന്ന് ഇൻസ്പെക്ട് ചെയ്യാം. എടുക്കുന്ന ലോഗോ, ഈ ലോഗോ ജസ്റ്റ് ഈ ഒരു പൊസിഷനിൽ പോയി നോക്കുക. ഇവിടെ ഉണ്ടാവും index.html കിടക്കുന്നുണ്ടാവും ഏറ്റവും മുകളിൽ ലോഗോ എന്നുള്ളത്. അതൊന്ന് പോയി നോക്കുക. എന്നിട്ട് അവിടെ നിന്ന് നിങ്ങൾക്ക് മാറ്റിയെടുക്കാം. ഇതാക്കണം ഇവിടെ ഉണ്ട് ലോഗോ മാറ്റങ്ങൾ. നിങ്ങളുടെ പേരോ എന്താണെന്ന് വെച്ചാൽ കൊടുക്കുക. ഇതിപ്പം റെസ്പോൺസീവ് ആണോന്ന് നിങ്ങൾക്ക് നോക്കേണ്ട ആവശ്യമുണ്ടാവും. ഓക്കെ അത് ജസ്റ്റ് ഇങ്ങനെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ മനസ്സിലാവും റെസ്പോൺസീവ് ആണോ എന്ന് അല്ലേന്ന് മനസ്സിലാവും. അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നിങ്ങൾ എവിടെയോ പോസ്റ്റ് ചെയ്യാതെ കഴിഞ്ഞ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, പക്ഷേ അത് കാണാൻ സാധ്യത ഉണ്ടാവില്ല. അപ്പോൾ അതിന് നിങ്ങൾ ചെയ്യേണ്ടത് വെച്ചാൽ ഈ ഒരു ഫയൽ എടുക്കുക. നിങ്ങൾ ഗൂഗിളിൽ പോവുക. നിങ്ങൾക്ക് ലോക്കലായിട്ട് തന്നെ ഈ സാധനം മൊബൈലിലും കൂടി കാണണം. അപ്പോൾ എന്ത് ചെയ്യും? അപ്പോൾ അതിനായിട്ട് നിങ്ങൾ ചെയ്യാനുള്ള കാര്യം എന്താ വെച്ചാൽ സാമ്പ് നടിക്കുക. നിങ്ങളിത് ഡൗൺലോഡ് ചെയ്യാം. വിൻഡോസിൻ്റെ ഉണ്ടാവും. ഡൗൺലോഡ് ചെയ്യാം. ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ കിട്ടും സാമ്പ്. ഓക്കെ ഇവിടെ ജസ്റ്റ് ഇതൊന്ന് ഓണാക്കിയിട്ട് കൊടുത്തായി. MySQL ഓണാക്കണം എന്നില്ല, എന്നാലും ഓണാക്കിയിട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ സാമ്പിൻ്റെ ഒരു ഫോൾഡർ സീൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും ഓട്ടോമാറ്റിക്കലായിട്ട് തന്നെ. ഞാൻ 2 സാമ്പ് ഉണ്ട് എൻ്റെ കയ്യിൽ. ഓക്കെ ഇത് പണ്ടൊന്ന് സേവ് ചെയ്ത് വെച്ചാൽ ഈ സാമ്പിൻ്റെ ഫോൾഡർ കിടക്കുന്നുണ്ടാവും. ഇവിടെ അത് കിടക്കുന്നുണ്ടാവും. ഓക്കെ അല്ലേ? ഇവിടെ HTTP ഡോക്സിലുണ്ടാവും ഡാഷ്ബോർഡ്. ഈ ഡാഷ്ബോർഡാണ് നമുക്ക് സാമ്പിൾ കാണിക്കുക. ഓക്കെ അതെങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ NGROക്ക് ഡൗൺലോഡ് ചെയ്യാം. എന്നാൽ മാത്രമേ നമുക്ക് വേറെ ഒരാൾക്ക് സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റുള്ളൂ. NGROക്ക് കൊടുക്കുക. നിങ്ങളിവിടെ ലോഗിൻ ചെയ്യണം. സൈനപ്പ് ചെയ്യണം. ലോഗിൻ ചെയ്യാത്തവരാണ് സൈനപ്പ് ചെയ്യുക. ഓക്കെ ഓൾറെഡി എനിക്കുണ്ട്. അപ്പോൾ വിൻഡോസിൻ്റെ സാമ്പ് ഉണ്ടാവും ഇവിടെ, ഡൗൺലോഡ് ചെയ്യാം. ഞാൻ ഓൾറെഡി ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇത് ഡൗൺലോഡ് ചെയ്യാം. എന്നിട്ട് ഇത് ചെയ്യാനുള്ള കാര്യങ്ങൾ ഞാൻ ഇപ്പോൾ പറഞ്ഞുതരാം. ഓക്കെ ഇതാക്കുന്നു. ഞാൻ NGROക്ക് ഇന്ത്യയിലുണ്ട്. ഡൗൺലോഡിൽ നോക്കി കഴിഞ്ഞാൽ NGROക്ക് നിങ്ങൾക്ക് കാണാം. ഓക്കെ ഈ കാണുന്ന NGROക്ക് ഇങ്ങനെ നിങ്ങൾക്ക് കിട്ടും.
ഫയലായിട്ട് എക്സ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ കിട്ടും ജിറോക്ക്. അപ്പോൾ ഇങ്ങനെ വരും. അപ്പോൾ ഓൾറെഡി നിങ്ങൾ സ്റ്റാർട്ടിങ് ആണെങ്കിൽ ഇവിടെ ഒരു ടോക്കൺ ഉണ്ടാവും, ഇവിടെ എവിടെയെങ്കിലും ഒരു ടോക്കൺ ഉണ്ടാവും. ഇതാണ് ടോക്കൺ. ടോക്കൺ അവിടെ ജസ്റ്റ് കോപ്പി ചെയ്യാം. ദെൻ എൻ്റർ അമർത്തുക. ഓക്കെ, ടോക്കൺ കറക്റ്റായിട്ട് നമുക്ക് വർക്ക് ചെയ്തു. ഇനി അത് അടുത്തത് നിങ്ങൾ ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ ഇതൊരു കോപ്പി ചെയ്യുക. നിങ്ങൾക്കിത് റണ്ണാവും. ഈ സാധനം ആർക്ക് ഫോർവേഡ് ചെയ്താൽ നമ്മൾ സാമിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ കാണാൻ പറ്റും. എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടെ നോക്കാം. കണ്ടോ, വിസിറ്റ് സൈറ്റ് എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ നമ്മൾ സാമ്പ് ഓഫായി തോന്നുന്നുണ്ട്. നോട്ടോ. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യണം. ഒന്നും കൂടി റൺ ചെയ്യാം. കണ്ടോ, ഇപ്പം നമുക്കൊന്ന് ഡാഷ്ബോർഡാണ്. അപ്പോൾ ഡാഷ്ബോർഡ് നമ്മൾ എവിടെയാണ് കണ്ടേ? ഡാഷ്ബോർഡ് സിയിൽ സാമ്പ് 2ൽ HTT ഡോക്സിൽ ഈ ഡാഷ്ബോർഡാണ്. ഈ ഡാഷ്ബോർഡ് വന്നത്. അപ്പം നമുക്ക് വേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഡൗൺലോഡ് ചെയ്ത സൈറ്റ് നമുക്ക് നമ്മളെ മൊബൈലിലൊന്ന് കാണണം. എന്നിട്ട് മാത്രമേ നമ്മൾ ഹോസ്റ്റ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ചെയ്യുന്നു പോകുന്നത്. അപ്പോൾ ഇതിങ്ങനെ എടുക്കുക, കോപ്പി ചെയ്യുക. സിയിൽ സാമ്പിൾ HTT ഡോക്സ് എവിടെ? ഇവിടെ പോവുക. ഡാഷ്ബോർഡിൻ്റെ ആ ഒരു സ്ഥലത്ത് വന്നിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഈ ഒരു സാധനം മാർക്കെന്ന് കണ്ടു. അപ്പോൾ അതിന് നിങ്ങൾ ചെയ്യേണ്ടത് ഡാഷ്ബോർഡ് ഒന്ന് ചേഞ്ച് ചെയ്ത് മാർക്ക് കൊടുത്താൽ മതി. മാർക്ക് കണ്ടോ, അപ്പോൾ അത് വന്നു. ആ സൈറ്റ് നമുക്ക് വന്നു. ഈ ലിങ്ക് ആർക്ക് അയച്ചു കൊടുത്താലും സാധനം വർക്ക് ചെയ്യും. അപ്പോൾ ഈ ലിങ്ക് നമ്മൾ ആർക്കതിൽ കയറുന്നതനുസരിച്ച് ഇവിടെ NGROക്കിൻ്റെ ഇതിൽ നോട്ടിഫിക്കേഷനായിട്ട് ഇങ്ങനെ വരും. കണ്ടോ, ഇവിടെ നോക്കി കഴിഞ്ഞാൽ ഓക്കെ നമ്മളിങ്ങനെ കയറുന്നതനുസരിച്ച് ഇങ്ങനെ വരും. നമ്മൾ എന്തെങ്കിലും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എബോട്ടിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. അതിനെന്തെങ്കിലും അവിടെ വന്നിട്ടുണ്ടോ നോക്കാം. ഓക്കെ, നമ്മളവിടെ ക്ലിക്ക് ചെയ്യുന്നതനുസരിച്ച് ഇവിടെ വരികയും ചെയ്യും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമുക്ക് ഇത് ആർക്കെച്ചാൽ ഷെയർ ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ ഒരു സാധനം നമ്മൾ 00 വെബ് ഹോസ്റ്റ് ഗിറ്റബിൽ ഹോസ്റ്റ് ചെയ്യാൻ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ബൈ ഗൈസ്.